ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. ഹൗറ റസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ കണ്ണൂർ ഭാഗങ്ങളിലേക്ക് കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സാധനമാണ്. കണ്ണൂർ കോഴിക്കോടെല്ലാം കാണപ്പെടുന്ന ഒരു സാധനമാണ് കൽത്തപ്പം. അപ്പം നമുക്ക് കുക്കറിൽ കൽത്തപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിന്നിവിടെ അരിപ്പൊടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അരിപ്പൊടിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ അരക്കപ്പ് തേങ്ങ, നമ്മൾ ചിരകിയ തേങ്ങയില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ഏലക്ക, 4-5 ഇടട്ടോ. ഇപ്പം ഞാനിവിടെ 4 ഇടുന്നത് അരക്കപ്പ് തേങ്ങക്ക്. പിന്നെ 1 ടീസ്പൂണുള്ള ജീരകം, ചെറിയ ജീരകയില്ലേ, അതും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമുക്കിതിന് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഒരു അരക്കപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് എത്രത്തോളം വെള്ളം വേണമെന്നുള്ള കണക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചിട്ടെടുക്കുക. സാധാരണ പച്ചരിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ ചേർക്കാറില്ല, അരിപ്പൊടിയിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ തേങ്ങ ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. അരിപ്പൊടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പത്തിരിയും ഇടിയപ്പെല്ലാം ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ല, വറുത്ത അരിപ്പൊടി, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി അരച്ചു കൊടുക്കാനുണ്ട്. ഇനി ഇതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി 2 കപ്പ് അരിക്ക് ആദ്യം നമ്മൾ തേങ്ങേൻ്റെ ഒപ്പം അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു അരക്കപ്പിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്, അത്രയും കൂടി ചെയ്ത്. അപ്പോൾ ഓരോരാൾ അരിപ്പൊടിക്ക് വ്യത്യാസം വരും കേട്ടോ. ചിലപ്പോൾ 1.5 കപ്പിൽ കൂടുതൽ ഒഴിക്കുക, അല്ലെങ്കിൽ 1.5 കപ്പിന് വേണ്ട വരില്ല. അങ്ങനെയാണ് അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എനിക്ക് വെള്ളം ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു അരക്കപ്പും കൂടി ഒഴിച്ച് ടോട്ടൽ 1.5 കപ്പ്, പിന്നെ തേങ്ങൻ്റെ ഒപ്പം ഇട്ട് ഒരു അരക്കപ്പ്, എല്ലാം കൂടി 2 കപ്പ് വെള്ളമാണ് എനിക്കിവിടെ ഇന്ന് ആവശ്യം വന്നിരിക്കുന്നത്. ഇത് പച്ചരിയിൽ ഉണ്ടാക്കും. പച്ചരി കുതിർത്തിയിട്ട് പിന്നെ 2 കപ്പ് പച്ചരി ആണെങ്കിൽ അതിൽ ഒരു 4 ടേബിൾ സ്പൂണോളം ചോറ് കൂട്ടിയിട്ടാണ് നമ്മൾ അരക്കാൻ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ചോറൊന്നും കൂട്ടുന്ന ആവശ്യമില്ല, അതായത് തേങ്ങയും അരിപ്പൊടിയാണല്ലോ ഉപയോഗിക്കുന്നത്. എന്നാൽ അതൊന്ന് മിക്സിയിൽ അരച്ചതിന് ശേഷം ഞാനിവിടെ 250 ഗ്രാം വെള്ളം, നമ്മളെ വെല്ലവും കൂടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ അതൊന്ന് ഒരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കിതാ നമ്മൾ നേരത്തെ നമ്മളെ പച്ചരിൻ്റെ അരിയെല്ലാം അരച്ചില്ലേ, അത് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസി വേണ്ട, ഇങ്ങനെ ഇതേപോലെയാണ് ഉണ്ടാകുന്നത്. ഇനി ഇതിനും കുറച്ചും കൂടി അരിഞ്ഞ് വരും, അതായത് നമ്മൾ വെള്ളം ഉരുക്കിയതും കൂടി ഒഴിച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ ഇതിനാ ഇവിടെ വെള്ളം ഉരുക്കിയിട്ട് ചൂടോടെ തന്നെ, അതായത് തണിയാൻ കത്തിക്കരുത്, ഒരു അരിപ്പയിൽ ഒഴിച്ച് കൊടുക്കുക. കാരണം വെള്ളത്തിൽ നമുക്ക് എന്താ പറയുക, ഇതെല്ലാം ഉണ്ടാവും, കല്ലെല്ലാം ഉണ്ടാവും. അപ്പോൾ അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല. ഒഴിച്ച് കൊടുത്ത ഉടനെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ, അത് മസ്റ്റായിട്ട് നോക്കണേ. അല്ലാണ്ട് ചില സ്ഥലത്ത് മാവ് ഇങ്ങനെ വെന്ത പോലെ ഇപ്പോൾ. അതുകൊണ്ട് വേഗം തന്നെ ഇതൊന്ന് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നോക്കിക്കോളെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയുള്ളതെന്നുള്ള. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ വെള്ളം പോലെ എന്നുള്ള തോന്നും, പക്ഷേ എങ്കിലല്ല കേട്ടോ, ഇത് കറക്റ്റ് പരുവാണിത്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ. ഇനിയിപ്പോൾ ഗീ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 3 ടേബിൾ സ്പൂണോളം നമ്മളെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചാൽ മതിയേ. ഇനി ഞാൻ ഒരു 1/4 കപ്പ് തേങ്ങ ചെറുതായിട്ട് മുറിച്ചതില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ബ്രൗൺ കളർ ആവണം. അത് അപ്പോഴേക്ക് നമുക്ക് എന്താക്കാം, ഒരു 2 ചെരുവയും കൂടി നമുക്ക് നമ്മൾ അരച്ച് വെച്ചത് മാവിൽ ചേർക്കാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആകുന്ന സമയം കൊണ്ട് തന്നെ നമ്മളെ മാവിൽ ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല അല്ലേ, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ശേഷം ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ടീസ്പൂണോളം നമ്മളെ സോഡ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇടരുത്, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കാരണം നല്ല ചൂടുണ്ടാവുമല്ലോ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഇത് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ നമ്മൾ തേങ്ങ ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്ത് തന്നെ ഒരു 1/4 കപ്പ് തന്നെ നമ്മൾ ചെറിയ ഉള്ളിയില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. പിന്നെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് വലിയ സവാളില്ലേ, അത് ചേർത്ത് കൊടുത്താലും മതിയേ. എന്നാലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാൻ ഇത് ചേർത്ത് കൊടുത്താലാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതായത് നമ്മളിത് ബ്രൗൺ കളർ ആയതിന് ശേഷം നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ മാവില്ലേ ബാറ്റർ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അത് ഒഴിച്ച് കൊടുക്കേണ്ടത്. അത് വളരെയേറെ ശ്രദ്ധിക്കുക. അതായത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒഴിച്ച് കൊടുക്കരുത്, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് ബ്രൗൺ കളർ
ആയതിന് ശേഷമാണ്. എന്നിട്ട് പിന്നെ ആ ബാറ്ററെല്ലാം കൂടിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിം ആക്കരുത്. അപ്പോൾ ഇത് ഫുള്ള് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു സെക്കൻഡോളം ഒന്ന് ഇതായതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലായി കൊടുക്കാം. ഇനിയിപ്പോൾ കട്ടി കുറഞ്ഞ കുക്കറിലാണെങ്കിൽ അടിയിലൊരു ഫ്രൈ പാൻ പോലത്തെ ഉണ്ടല്ലോ പഴയത്, അത് അടിയിൽ വെച്ച് കൊടുത്തിട്ട് മേലിൽ കുക്കർ വെച്ച് കൊടുത്താൽ നല്ല തന്നെയാണ്, കരിഞ്ഞു കിട്ടില്ല. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോയി സാധനം കൊണ്ട് വളരെ തീ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതെന്നൊക്കെ കുക്കർ ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡ് ആയതിനു ശേഷം തന്നെ ഞാൻ ലോ ഫ്ലെയിം ആക്കിയേ. അതിന് ശേഷം നമ്മൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വെള്ളത്തിൻ്റെ ഒരു കുമിളകളായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പകുതി വെന്ത് നിർത്തും. പിന്നെ ആ കുമിളകൾ പോയിട്ട് ശരിക്കും ആവി തന്നെ വരും. ആ ആവി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ആദ്യം വെള്ളത്തിൻ്റെ കുമിള വരും, അതിനുശേഷം നന്നായിട്ട് ആവി വരും. ആവി വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് 2-3 സെക്കൻഡ് അടുപ്പ് തുറക്കാണ്ട് തന്നെ വെക്കുക. ശേഷം നമുക്ക് പെട്ടെന്ന് 2-3 സെക്കൻഡ് കഴിഞ്ഞ ഉടനെ അടുപ്പ് തുറന്ന് വെക്കുക കേട്ടോ. അല്ലാണ്ട് വെള്ളം അതിലേക്ക് ഈ കൽത്തപ്പത്തിലേക്ക് ഉറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മളെ കൽത്തപ്പം തണിഞ്ഞതിന് ശേഷം തണിയാൻ വെക്കണേ. തണിഞ്ഞതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ടോ ഒരു ഇങ്ങനെയുള്ള ഒരു വിസ്കൽ കൊണ്ടോ നമുക്ക് എന്താക്കുക, ഒന്ന് സൈഡിലെല്ലാം ഒന്ന് വെടിയിച്ച് കൊടുക്കുക. അന്നേരം തന്നെ വിട്ട് വരും കേട്ടോ. തണിഞ്ഞ് കഴിഞ്ഞാലന്നേ വരും. ചൂടോട് കൂടിയിട്ട് എടുക്കാൻ നോക്കിയാൽ വരില്ല. അങ്ങനെ എടുക്കണം നമ്മൾ, തണിഞ്ഞതിന് ശേഷം മാത്രം. എന്നിട്ട് ഞാനിവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ആരെടുത്ത് പിന്നെ കൽത്തപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടിയിൽ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അരിനെക്കൊണ്ട് ചെയ്താലും അരിപ്പൊടി കൊണ്ട് ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പെട്ടെന്ന് വിരുന്നാറിലും വന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.